ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി മനാസ വിൻസെൻ്റ്. ഇതെൻ്റെ മദർ ജിജി വിൻസെൻ്റ്. ഞങ്ങൾ രണ്ടുപേരും ചേരാനല്ലൂർ സെൻറ്റ് ജെയിംസ് ഇടവക അംഗങ്ങളാണ്. 2022 ഒക്ടോബറിലാണ് ഞങ്ങൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യം തന്നെ എനിക്ക് 5 വർഷമായിട്ട് IBS എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ്, IBS എന്ന് വെച്ചാൽ ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രം എന്നാണ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് വെച്ചാൽ പാലൊക്കെ കുടിക്കും, പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ ഒരു വയറിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഗ്യാസിങ്, ബ്ലോട്ടിങ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളും വരാറുണ്ടായിരുന്നു. 5 വർഷമായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടായെങ്കിലും ഡോക്ടറിനെ കാണാനായിട്ടുള്ളൊരു മടി കാരണം ഞാൻ ഇത് നീട്ടി കൊണ്ടുപോകുമായിരുന്നു. ഒരു 3 മാസം മുൻപേ ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ, എൻഡോക്രോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അപ്പോഴാണ് എനിക്ക് അതിനുള്ള മരുന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് മാതാവിൻ്റെ തൈലവും പ്രാർത്ഥനയും പിന്നെ ഉപ്പും എല്ലാം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയും എനിക്ക് ഈ അസുഖങ്ങളെല്ലാം മാറിപ്പോവുകയും ചെയ്തു. ഇപ്പോഴെനിക്ക് പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഫോട്ടോഡേമ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വെയിലത്ത് ഇറങ്ങുമ്പോഴത്തേക്കും മുഖത്ത് ഫുള്ള് ചൊറിച്ചിൽ വരികയും വെയിൽ എവിടെയൊക്കെ പെടുന്നു അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും റാഷസ് പോലെ വരികയും ചെയ്യായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ജമാല റാലിക്ക് വന്നപ്പോഴത്തേക്കും ഫുൾ വെയിലും മമ്മി കൊണ്ടു. അപ്പോഴും ഞങ്ങൾക്ക് പേടിയായിരുന്നു എന്തെങ്കിലും അസുഖം പിന്നെയും റാഷസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആകുമെന്ന്. പക്ഷേ അതിന് ശേഷം മമ്മിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി തരികയാണ് മാതാവ് ചെയ്തത്. മൂന്നാമത്തെ എൻ്റെ എന്ത് സാക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വീട് പണിയാനായിട്ട് 1 വർഷമായിട്ട് ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെർമിറ്റിൻ്റെ കാര്യങ്ങൾ എടുക്കാൻ നേരത്ത് കുറേ നിയമ കാര്യങ്ങൾ കാരണം ഞങ്ങൾക്കത് തടസ്സങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് മാതാവിൻ്റെ അടുത്ത് അത് പ്രത്യേകമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിയമ ഭേദഗതികൾ തന്നെ വന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതുപോലെ തന്നെ CRZ എന്ന് വെച്ചാൽ കോസ്റ്റൽ റിസർവ് സോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വസ്തുവിൽ. പുഴയിൽ നിന്ന് ഇത്ര അകലം വേണം എന്നുള്ള ഒരു നിയമ നടപടി ഉള്ളത് കാരണം ഞങ്ങളുടെ വസ്തു ആ ഒരു പ്ലോട്ട് അതിനകത്ത് പെട്ടിരിക്കുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ മാറിപ്പോവുകയും പിന്നീട് ഞങ്ങൾക്ക് പെർമിറ്റും എല്ലാ ലൈസൻസും കാര്യങ്ങളും എല്ലാം മാതാവ് ഉടനടി നടത്തി തന്നു. ഒരു സമയച്ചുരുക്കത്തോടെ തന്നെ നടത്തി തന്നു എന്ന് പറയണം. പിന്നീട് ഞങ്ങൾക്ക് ഈ മാസം കഴിഞ്ഞ 8-ാം തീയതി ഞങ്ങൾക്ക് കല്ലിടാൻ സാധിക്കുകയും ഒരു പ്രശ്നവും കൂടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പത്രം എല്ലാ മാസവും 1-ാം തീയതി വന്ന് വാങ്ങിക്കുകയും അത് അന്ന് തന്നെ എല്ലാവർക്കും കൊടുത്ത് തീർക്കുകയും ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ അനാഥർക്കും ഭിക്ഷാടകർക്കും ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു നിശ്ചിത ശതമാനം ഞങ്ങൾ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് മാറ്റി വെക്കുകയും ആ ഒരു എമൗണ്ട് മാതാവ് തന്നെ ഒരാളെ കാണിച്ചു തരികയും അത് അയാൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ദിവസവും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും തേനും രാവിലെയും വൈകുന്നേരം ഭക്ഷിക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാതാവ് മാറ്റിത്തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാനൊരു സാധിക്കുകയും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഉപ്പും കാശുരൂപവും ഞങ്ങളുടെ സ്ഥലത്ത് സ്ഥാപിക്കുകയും അതിനുശേഷം പ്രശ്നങ്ങൾ പലതും ഞങ്ങളെ വിട്ടുമാറുകയും ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തു തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാം തിരുവചനം. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചെയ്തൊരു വലിയ കാര്യമായിരുന്നു. അവർ പകലന്തിയോളം മീൻ പിടിച്ച് തളർന്നു വന്നപ്പോൾ ഈശോ കടൽ തീരത്തിരുന്ന് ചെയ്തൊരു വലിയ കാര്യമാണ്. അവർക്ക് വേണ്ടി അപ്പം ചുട്ട് മീനെല്ലാം ശരിയാക്കി പൊരിച്ചു വെച്ച ഒരു വലിയ സംഭവം നാം വായിച്ചെടുക്കുന്നുണ്ട്. മനാസയുടെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈശോ വളരെ കൃത്യമായി, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ കൃത്യമായി ഇവർക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നേടിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ വലിയൊരു സങ്കടത്തിൻ്റെ സമയം 10 വർഷത്തെ മിൽക്ക് പ്രോഡക്ട്സും കഴിക്കാൻ പറ്റാത്ത ഒരു IBS എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം അസുഖം ഈ മകളിലുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് ഉള്ള മാർഗങ്ങളോ ചികിത്സ ചെയ്യാനോ സാധിക്കാതെ, ചികിത്സിച്ചിട്ട് പോലും അത് മാറാതിരുന്ന ഒരവസ്ഥയിൽ ഉടമ്പടിയെടുത്ത് ഇവർ പുതുക്കിയതിന് ശേഷം വളരെ പെട്ടെന്നായിരുന്നു ഇവിടുത്തെ തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മകൾക്ക് 10 വർഷത്തുണ്ടായിരുന്ന ആ അസുഖം പൂർണ്ണമായും വിട്ടുമാറി. പോലെ മകൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാനായി സാധിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു.
നമുക്കറിയാം, നാം വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോ നമുക്ക് എപ്പോഴും വളരെ വലിയ സൗഖ്യം നമുക്ക് നൽകുന്നുണ്ട്. നാം ഉടമ്പടിയിൽ വിശ്വസ്തരാകുന്നത് എപ്പോഴാണോ അതാണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ തുടക്കം. നമ്മോട് പറയുന്നുണ്ടല്ലോ, ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അനുഗ്രഹം ആവശ്യമാണെങ്കിൽ അനുരഞ്ജനം കൂടി ആവശ്യമാണ്. അനുരഞ്ജനവും അനുഗ്രഹവും കൂടി ചേർന്ന് പോകുന്നതാണ്. നമുക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകുന്നത് നമ്മുടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴാണ്. ഈശോ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും വാഗ്ദാനം ഫുൾഫിൽ ചെയ്യുന്നതും. അതുപോലെ തന്നെ അമ്മയ്ക്കും, മനാസയുടെ അമ്മയ്ക്ക് 5 വർഷമായിട്ട് ഫോട്ടോഡേമ എന്ന ഒരു പ്രത്യേകതരം അലർജി ഉണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ചികിത്സിച്ചിട്ട് ഭേദമാകാതിരുന്ന അവസ്ഥയിൽ അവർക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് ഈ അസുഖം പരിപൂർണമായി സൗഖ്യപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വലിയൊരു സങ്കടമായിരുന്നു. ഇവരുടെ വീട് ഒരു കോസ്റ്റൽ റിസർവേഷൻ സോണിലായിരുന്നു. അതൊരു കടൽ തീരത്തുള്ള വീടുകളുടെ എല്ലാം അളവെടുത്ത് പോകുമ്പോൾ അതവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം. ഇവരുടെ ആ ഏരിയ നഷ്ടപ്പെട്ട് ഇവർക്ക് വീട് വയ്ക്കാൻ സാധിക്കില്ല എന്നൊരു നിയമം വന്നപ്പോൾ പരിശുദ്ധ അമ്മയാണ് ആ നിയമം മാറ്റിയത്. ഇവരുടെ ഡോക്യുമെൻറ്റുകൾ കൃത്യമായി അതിൽ നിന്നെല്ലാം ശരിയാക്കി കൊടുക്കുവാനും അവിടെ അവർക്ക് വീടിന് തറക്കല്ലിടുവാനും എല്ലാം അവർക്ക് സാധിച്ചത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അവർക്ക് ഇവിടെ നിന്നുള്ള വിശുദ്ധ കാശുരൂപം കൊടുത്തുകൊണ്ട് ആ ഭൂമിയിൽ കുഴിച്ചിടുവാനും പ്രാർത്ഥിക്കുവാനും നിരന്തരം അവരുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞതുമൂലം ഇവർക്ക് അവരുടെ ഒരു വീട് പണിയാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നാം ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെക്കാൾ കൂടുതൽ നാം ഈശോയോട് എന്തുമാത്രം അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വാസ്തവികത കൂടിയാണ് നാം ഏറ്റുപറയുന്നത്. എനിക്ക് ഒരുപാട് കിട്ടി, എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇനി ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നതിൻ്റെ അളവ് എന്തുമാത്രമാണെന്ന് ഈശോ നമ്മോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ മടിയിൽ അളന്ന് നിറച്ച് കുലുക്കി മടിയിലേക്ക് ഇട്ട് തരുമ്പോൾ എനിക്കതിനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ഉടമ്പടി. കൊടുക്കും തോറും കൂടുന്നതാണ് സ്നേഹം. ദൈവസ്നേഹം നമ്മൾ ഒരിക്കലും വറ്റിപ്പോകാതിരിക്കാൻ ഉടമ്പടി നമ്മെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കട്ടെ. മനാസയുടെ ഒരു വലിയ സാക്ഷ്യത്തിന്, മനാസയ്ക്കുള്ള വലിയ ഹൃദയ വികാരങ്ങൾക്ക്, ഈശോയെ സ്നേഹിക്കുവാനുള്ള വലിയ ആത്മാർത്ഥതയ്ക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.